നിങ്ങൾ ന്യൂസിലാൻഡിൽ വന്നതിന് ശേഷം ഡ്രൈവ് ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾ റീസെൻ്റായിട്ട് വന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ന്യൂസിലാൻഡിലുള്ള ഒരു കസിനെ ഞാൻ ഫോൺ ചെയ്തായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു, ചേട്ടാ ഞാൻ തിരിച്ചു വിളിക്കാം, എന്നെ പോലീസ് സ്റ്റോപ്പ് ചെയ്തേക്കണേണ്. അപ്പം ഞാൻ ഫോൺ കട്ട് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി തിരിച്ചു വിളിച്ചു. ഞാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തി വണ്ടിയുടെ ഓഫ് എക്സ്പയർ ആയി പോയി എന്നുള്ള റീസണാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഓഫ് വേണമെന്നുള്ള കാര്യം അറിയില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു വണ്ടി റീസെൻ്റായിട്ട് എടുത്ത വണ്ടിയാണ്. അപ്പോൾ പുള്ളിക്കാരത്തിന് ധാരണ പോയത് ഈ എടുത്ത വണ്ടിക്ക് 1 വർഷമെങ്കിലും ഓഫ് ഉണ്ടാകും എന്നൊരു ധാരണ പുള്ളിക്കാരത്തേക്ക് പോയി. $150 ഫൈൻ കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു ഡീലറിൻ്റെ നിന്ന് വണ്ടി എടുക്കുവാണ്, ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ ആ വണ്ടിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം വാറണ്ട് ഓഫ് ഫിറ്റ്നസ് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. ഇത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമുക്ക് ആ വണ്ടിക്ക് എത്ര നാൾ ഓഫ് ഉണ്ട് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഉണ്ട് എന്നറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മൾ വണ്ടി ഓടിക്കുന്നതിന് മുമ്പ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും നമുക്ക് ഫൈൻ കിട്ടും പോലീസ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ പ്രത്യേകം നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ ഓടിക്കുന്ന ആ കാറിന് വാറണ്ട് ഓഫ് ഫിറ്റ്നസും രജിസ്ട്രേഷനും ഉണ്ടെന്ന് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം. പിന്നെ ഈ വാറണ്ട് ഓഫ് ഫിറ്റ്നസും രജിസ്ട്രേഷനും എക്സ്പയർ ആകുന്നതിന് മുമ്പ് തന്നെ റിന്യൂ ചെയ്യുകയും വേണം. പറ്റുവാണെങ്കിൽ ഫോണിലൊരു റിമൈൻഡർ ഇട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയായിരിക്കും ന്യൂസിലാൻഡിൽ വണ്ടി ഓടിക്കുന്നതിന് ഇൻഷുറൻസ് മാൻഡേറ്ററി അല്ല. പക്ഷേ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് എങ്കിലും മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം വണ്ടിക്ക്. കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് ആണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തേർഡ് പാർട്ടി എങ്കിലും വണ്ടിക്ക് എടുത്തു വെച്ചേക്കണം. അത് നിങ്ങൾക്ക് എപ്പോഴും ഒരു പീസ് ഓഫ് മൈൻഡ് തന്നെയായിരിക്കും. മൂന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ന്യൂസിലാൻഡിൽ ഇപ്പോൾ പൊതുവേ വണ്ടി ബ്രേക്ക് ഡൗൺ ആവുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്ന കോമൺ റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫ്ലാറ്റ് ബാറ്ററിയാണ്. അത് ചിലപ്പോൾ ഇവിടുത്തെ കോൾഡ് കണ്ടീഷൻ ആയിരിക്കാം. ഫ്ലാറ്റ് ബാറ്ററി സാധാരണയായിട്ട് കണ്ടുവരുന്നതാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ നമ്മൾ രാവിലെ ജോലിക്ക് പോകുന്ന ഒരു സമയത്തായിരിക്കും ഫ്ലാറ്റ് ബാറ്ററി കാണുന്നത്. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിനെ വിളിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. നിങ്ങൾ റീസെൻ്റ് ആയിട്ട് വന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഫ്രണ്ട്സിനെയൊക്കെ അങ്ങനെ വിളിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയിരിക്കാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം ഇവിടെ നമുക്കുണ്ട്. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ റോഡ് സൈഡ് അസിസ്റ്റൻസ് സർവീസ് എടുത്തു വെക്കുവാണെങ്കിൽ, അത് ഇയർലി ആണ് നമ്മൾ സാധാരണ എടുത്തു വെക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നിങ്ങൾ എടുത്തു വെക്കുവാണെങ്കിൽ ചെറിയൊരു പേയ്മെൻ്റ് ഉണ്ട് അതിന്. അത് എനിക്ക് തോന്നുന്നത് $55 മുതലൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പല കമ്പനിയും പല ഇതാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പല ആഡ് ഓൺ സർവീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഉചിതം പോലെയൊക്കെ എടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു സർവീസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് വണ്ടി ഒന്നെങ്കിൽ അവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് റിപ്പയർ ചെയ്ത്, ഫ്ലാറ്റ് ബാറ്ററി ഒക്കെ ആണെങ്കിൽ അവർ അവിടെ വെച്ച് തന്നെ ശരിയാക്കി തരും. അല്ലെങ്കിൽ അവരെന്തെങ്കിലും സൊല്യൂഷൻ നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടൊരു സർവീസ് തന്നെയാണത്. തീർച്ചയായിട്ടും നിങ്ങളത് എടുത്തു വെക്കുന്നത് നല്ലതാണ്. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ന്യൂസിലാൻഡിലോട്ട് നമ്മൾ ആദ്യം വരുമ്പോൾ നമ്മൾ ഇന്ത്യൻ ലൈസൻസ് വെച്ചാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. ഞാനായാലും നിങ്ങളായാലും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ആ ഒരു നമ്മൾ ന്യൂസിലാൻഡ് ഡ്രൈവിംഗ് ലൈസൻസിലേക്ക് കൺവേർട്ട് ആക്കി എടുക്കുന്നത് ചിലപ്പോൾ നമ്മൾ ആ ഒരു എഡ്ജിലായിരിക്കും. അതായത് ഒരു 10 മാസം 11 മാസം ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റിൽ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ നിങ്ങൾ വരുമ്പോൾ തന്നെ ഒരു 2-3 മാസത്തിൽ നിങ്ങൾ ആ ഒരു ലേണേഴ്സ് ടെസ്റ്റ് എഴുതി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലതാണ്. നിങ്ങൾക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ നടത്താനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പോയിൻമെന്റ്സ് ഒന്നും പെട്ടെന്ന് കിട്ടണമെന്ന് നിർബന്ധമില്ല. കാരണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള അപ്പോയിൻമെന്റ്സ് നമ്മുടെ സൂട്ടബിലിറ്റിക്ക് അനുസരിച്ച് കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു സാഹചര്യം നേരത്തെ കണ്ടിട്ട് ഡ്രൈവിംഗ് ലൈസൻസിലെ ടെസ്റ്റൊക്കെ നേരത്തെ എടുത്ത് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അവസാനത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പാർക്കിംഗ് സ്പേസിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ സിറ്റിയിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു പാർക്കിംഗ് സ്പേസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പീക്ക് സമയത്തല്ല എങ്കിൽ ചിലപ്പോൾ കിട്ടിയേക്കാം. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മൾ ഒരു പ്രൈവറ്റ് പാർക്കിംഗ് സ്പേസ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളവിടെ പാർക്ക് ചെയ്തേക്കാം. ഞാനായാലും നിങ്ങളായാലും ചിലപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പാർക്ക് ചെയ്ത് പോകും. പക്ഷേ ഈ ഒരു പാർക്കിംഗ് സ്പേസ് റിമോട്ട്ലി മോണിറ്റേർഡ് ആണെന്നുള്ള കാര്യം നമ്മൾ പലരും ഓർക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ പ്രത്യേകിച്ച് ന്യൂസിലാൻഡിൽ റീസെൻ്റ് ആയിട്ട് വന്നവർ തീർച്ചയായിട്ടും ഓർക്കാൻ സാധ്യത കുറവാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ അവിടെ പാർക്ക് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നല്ലൊരു എമൗണ്ട് ഫൈൻ വീട്ടിലോട്ട് വരാം. അപ്പോൾ അങ്ങനെ ഒരു ഫൈൻ നമ്മൾ ഒഴിവാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ പാർക്കിംഗ് സ്പേസസ് നമ്മൾ ഉപയോഗിക്കരുത്. പിന്നെ വേറൊരു സിറ്റുവേഷൻ ഇതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്യുന്ന ഒരു ഷോപ്പിലേക്കാണ്, അപ്പോൾ അവർ കാർ പാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകാം. തീർച്ചയായിട്ടും നമുക്ക് ആ കാർ പാർക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ ഓരോ കാർ പാർക്കിങ്ങിനും അതിൻ്റേതായ റൂൾസും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ എൻ്റെ ബെസ്റ്റ് സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കാർ പാർക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പ് അവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക, എന്തെങ്കിലും ഞാൻ ഫോംസോ രജിസ്ട്രേഷനോ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ. കാരണം നമ്മളിപ്പം ആ കാർ പാർക്ക് യൂസ് ചെയ്ത് എന്തെങ്കിലും ഫോംസും രജിസ്ട്രേഷനും നമ്മളവിടെ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ നമ്മളത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു ഹെഡേക്ക് ആയിട്ട് തീരും. നമ്മൾ പിന്നെ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും, വേവിങ് റിക്വസ്റ്റ് ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചോദിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നെഗറ്റീവ് അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്ന ന്യൂസിലാൻഡ് എന്നുള്ള സ്ഥലം തീർച്ചയായിട്ടും സേഫസ്റ്റ് ആയിട്ടുള്ള വളരെ മനോഹരമായ സ്ഥലം തന്നെയാണ്.